Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. എന്തൊരു വിലപിടിപ്പുള്ള സാധനമാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ കോടികൾ വിലപിടിപ്പുള്ള നിന്റെ ആന്തരികാവയവങ്ങള്, നിന്റെ ബാഹ്യാവയവങ്ങള്, നിന്റെ ഈ കാണുന്ന ഇന്ദ്രിയത്തിന്റെ ശക്തികൾ മുഴുവനും, ഇതെല്ലാം നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ, നിനക്ക് നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും കണ്ണുകൊണ്ട് കാണാത്ത, ഒരിക്കലും കാതുകൊണ്ട് കേൾക്കാത്ത, ഒരിക്കലും സ്പർശിക്കാൻ കഴിയാത്ത, ഒരിക്കലും രുചിക്കാൻ കഴിയാത്ത, ഒരിക്കലും മണക്കാൻ കഴിയാത്ത നിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തി നിന്റെ ശരീരത്തിലില്ലയോ? നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം ഭ്രൂണത്തിന് പ്രായമായപ്പോൾ, നീ ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമായപ്പോൾ, നിന്റെ ശരീരത്തിലേക്ക്, ഭ്രൂണത്തിലേക്ക് അതേ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാത്മാവ് ഇല്ലയോ? ആത്മാവിനെ ആരും കണ്ടിട്ടില്ലല്ലോ, ആത്മാവിനെ ഒരാൾക്കും പിടിക്കാൻ കിട്ടുകയില്ലല്ലോ, ആത്മാവിനെ ഒരാളും ഇന്ന് വരെ സ്പർശിച്ചിട്ടില്ലല്ലോ, ആത്മാവിനെ ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ലല്ലോ, ആത്മാവിനെ ഒരാൾക്ക് മണക്കാൻ കഴിയില്ലല്ലോ, ആത്മാവിനെ ഒരാൾക്ക് സ്പർശിക്കാൻ കഴിയില്ലല്ലോ. ഈ ആത്മാവ് നിന്റെ ശരീരത്തിലുണ്ടെങ്കിലേ ഈ കണ്ണിന് കാഴ്ചയുള്ളൂ. ഈ ആത്മാവ് നിന്റെ ശരീരത്തിലുണ്ടെങ്കിലേ നിന്റെ കാതിന് കേൾവിയുള്ളൂ. ഈ ആത്മാവുണ്ടെങ്കിലേ നിന്റെ കിഡ്നി പ്രവർത്തിക്കുന്നുള്ളൂ. ഈ ആത്മാവുണ്ടെങ്കിലേ നിന്റെ ഹാർട്ട് മിടിക്കുന്നുള്ളൂ. ഈ ആത്മാവുണ്ടെങ്കിലേ നിന്റെ സൗന്ദര്യത്തിന് സ്ഥാനമുള്ളൂ. ഈ ആത്മാവുണ്ടെങ്കിലേ നിന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ നീ എന്തിനാണ്? നിന്റെ സൗന്ദര്യം എന്തിനാണ്? നിന്റെ കേൾവി എന്തിനാണ്? പിന്നെ നിന്റെ വിദ്യാഭ്യാസം എന്തിനാണ്? ഒന്നും പിന്നെ നിനക്ക് ഉപകാരമില്ല. ഒരാൾക്കും നിന്നെ വേണ്ട. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ഉപ്പാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ഉപ്പയെ വേണ്ട, നേതാവിന് അനുയായികളെ വേണ്ട, അനുയായികൾക്ക് നേതാവിന് പിന്നെ വേണ്ട. പിന്നെ ഒരു ഉപകാരവുമില്ല. ഈ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് എപ്പോഴാണോ പിരിയുന്നത്, ആ ആത്മാവ് പിരിയുന്നതിന്റെ പേരാണ് മരണം കേട്ടോ. അതോടുകൂടി പിന്നെ നിന്റെ ഡെഡ് ബോഡി ഒന്നിനും കൊള്ളുകയില്ല. ഇന്ന് നിന്റെ അഹങ്കാരങ്ങൾ മുഴുവനും, നിന്റെ മസില് പവറുകൾ മുഴുവനും, നിന്റെ ഹുങ്കാരങ്ങൾ മുഴുവനും ഈ ആത്മാവ് നിന്റെ ശരീരത്തിലുള്ളത് കൊണ്ടാ. പെങ്ങളെ, നിന്റെ സൗന്ദര്യം കൊണ്ട് മതിമറക്കുന്നുവല്ലോ, പലരെയും നീ ചാറ്റ് നടത്തുന്നുവല്ലോ, പലരുടെ കൂടെയും ഒളിച്ചോടാൻ തയ്യാറാകുന്നല്ലോ. എന്തെല്ലാം നമ്മുടെ ഈ ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്നു. ചെറുപ്പക്കാരാ, നല്ല യൗവനത്തിന്റെ സമയത്താണ് എന്തിനും തയ്യാറാകുന്നത്. 10-15 വയസ്സാകുമ്പോൾ തുടങ്ങുകയാ. എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത്, മറ്റുള്ളവര് പറയുന്നത് കേൾക്കുന്നത്? എന്തിനാണ് മതമനുസരിച്ച് ജീവിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ അംഗീകരിക്കുന്നത്? എങ്ങനെ ജീവിച്ചാൽ എന്താ?
എങ്ങനെ മുടി മുറിച്ചാൽ എന്താ, എങ്ങനെ കള്ളു കുടിച്ചാൽ എന്താ, എങ്ങനെ പണമുണ്ടാക്കിയാൽ എന്താ, ആരെ പേടിക്കണം, ആരെ അംഗീകരിക്കണം, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഇച്ഛ പോലെ ഞാൻ തോന്നിയതുപോലെ ജീവിക്കുന്നതിനെന്താ? ഈ ചിന്തയല്ലേ നമുക്ക് കൗമാരപ്രായം തികയുന്നതോടുകൂടി, പൂർണ്ണമാകുന്നതോടുകൂടി, യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി തോന്നി തുടങ്ങുകയാ. അല്ലാ അല്ലാ, ഈ യൗവനത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? സുബ്ഹാനല്ലാഹ്. ഈ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ നിന്റെ ഈ ആരോഗ്യം എവിടെ? പിന്നെ നിന്റെ മസിൽ പവർ എവിടെ? പിന്നെ നിന്റെ സൗന്ദര്യം എവിടെ? പിന്നെ നിന്റെ അഹങ്കാരങ്ങൾ എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ച് ഒരു മലക്ക് കടത്തി വിട്ടപ്പോൾ നിന്റെ ആത്മാവ് എത്ര കാലം അതിൽ നിൽക്കണമെന്ന് കൃത്യമായി കണക്കാക്കിയതാ. അത് പിന്നെ തെറ്റൂല. ഒരു മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുമ്പോ എത്ര ദിവസത്തേക്കാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്രയാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര SMS ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര നെറ്റ് ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, എത്ര കാൾ ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നതുപോലെ നിന്റെ ആത്മാവിനെ നിന്റെ ഭ്രൂണത്തിലേക്ക് അങ്ങ് കടത്തിവിടുമ്പോൾ തന്നെ ഈ മലക്ക് ഇതൊക്കെ രേഖപ്പെടുത്തിയതാ. നീ മറന്നാലും കമ്പനി മറക്കില്ലല്ലോ, കൃത്യമായ സമയത്ത് അത് കട്ട് ചെയ്യപ്പെടുമല്ലോ. നീ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ കൃത്യസമയത്ത് അത് കട്ട് ചെയ്യപ്പെടുന്നതാ. എന്നതുപോലെ നിന്റെ ആത്മാവിന് കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയം വന്നാൽ ഒരു മലക്കായിരുന്നു ആത്മാവ് അങ്ങോട്ട് കടത്തിവിട്ടത്. എന്നാൽ മലക്ക് തന്നെയാണ് ആത്മാവിനെ തിരിച്ചു പിടിക്കാനും വരുന്നത്. പക്ഷേ അങ്ങോട്ട് കടത്തിവിട്ടത് ഒരു മലക്കായിരുന്നുവെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വരുന്നത് 500 മലക്കുകളാ. ഞാനും നിങ്ങളുമൊക്കെ മലക്കിനെ വിശ്വസിക്കുന്നവരാ, മാലാക്കമാരെ വിശ്വസിക്കുന്നവരാ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ കോടിക്കണക്കിന് മലക്കുകളാ, പ്രകാശത്തിന്റെ സൃഷ്ടികളാ, വൈദ്യുതി തരംഗങ്ങളാ, വൈദ്യുതി കൊണ്ട് പടച്ച റബ്ബ് പടച്ച പ്രത്യേക സൃഷ്ടികളാ. ആ മലക്കുകള് അവരാണ് 500 മലക്കുകൾ. 250 മലക്ക് നിന്റെ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു, ഇടഭാഗത്ത് വലഭാഗത്ത് വന്ന് 250 മലക്കുകളും നിൽക്കുന്നു. ആ 500 മലക്കുകളാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പറിച്ചെടുക്കുന്നത്. ആത്മാവ് ശരീരത്തിലാകെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നീ എത്ര ചെറുതായിരുന്നു. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത കണികയല്ലേ ശുക്ലം നുത്ഫ, പരമാവധി ചെറിയ തുള്ളിയല്ലേ, അതിനേക്കാളും വലുതല്ലേ അണ്ഡം എന്ന് പറയുന്നത്. ഈ ബീജാണ്ഡത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിൽ വെച്ച് വളർത്തി 4 മാസം വരെ വളർത്തിയപ്പോഴ് ആവറേജ് ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമായി അതിലേക്കാണ് ഈ ആത്മാവിനെ സന്നിവേശിപ്പിച്ചത്. അന്നതിന് കൈകളില്ല, ഞരമ്പുകളില്ല, അതിനന്ന് അതേ എല്ലുകളില്ല, ഞരമ്പുകളില്ല. പിന്നെയാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 248 എല്ലിൻ പീസുകളെ കൊണ്ട് അതിനെ സൃഷ്ടിക്കപ്പെടുകയാ. നട്ടല് ചങ്ങല പോലത്തെ ഒരു നട്ടല്ല, ഏറ്റവും ശക്തിയുള്ള 2 തൊടയെല്ലുകളാ. ശരിക്ക് കൃത്യമായ
നട്ടുകളും ബോൾട്ടുകളുമാ കൊളുത്തി വെച്ചിരിക്കുകയാ. അത് പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാ. ഈ ഭൂമിയെ മൊത്തം 10 തവണ ചുറ്റാൻ മാത്രം വലിപ്പമുള്ള ഞരമ്പുകളാ, 2 കണ്ണുകളാ, കിഡ്നികളാ. സുബ്ഹാനല്ലാഹ്, 10 ലക്ഷത്തോളം വരുന്ന ശിരാവ്യൂഹങ്ങളെ മടക്കി ചുരുട്ടി വെച്ചിരിക്കുകയാ. എപ്പോഴെങ്കിലും വെള്ളമടിക്കുന്ന മോട്ടർ നീ അയച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ കമ്പി ചുറ്റി വെച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പയറ്റും കുരു പോലെയുള്ള പയറിന്റെ വിത്ത് പോലെയുള്ള 2 കിഡ്നി വടച്ചിട്ടില്ലേ? അത് കൃത്യമായ സിരകളല്ലേ? അതിലൂടെ കൃത്യം 1 മതി 1 സ്റ്റെപ്പിനിയാക്കി വെച്ചിരിക്കുകയാ. അതുപോലെ നിന്റെ ഹാർട്ടുകള്, എന്തെല്ലാം അത്ഭുതമുള്ള അവയവങ്ങള്, ഇത് മുഴുവനും നിന്റെ ശരീരത്തിലുണ്ട്. അവിടേക്കെല്ലാം ഈ ആത്മാവ് പാസ് ചെയ്യുന്നുണ്ട്. അവിടുന്നെല്ലാം ആത്മാവിനെ പതിയെ വലിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് നിന്റെ 2 കാലുകിന്റെ വിരലുകളിൽ നിന്നും നിന്റെ കൈവിരലുകളിൽ നിന്നുമാ. എന്തേ? നിന്റെ മൂർധാവിൽ നിന്നാണ് ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നീ ഒരിടത്ത് കിടക്കൂല, ഇരിക്കൂല, നിൽക്കൂല. നീ അസഹ്യമായ വേദന കൊണ്ട് അതാ പുളഞ്ഞു പായുന്നതാണ്. നീ കൃത്യമായി ഒരിടത്ത് കിടന്നു തരാൻ, അടങ്ങിക്കിടക്കാൻ, അടങ്ങിയിരിക്കാൻ അല്ലാഹു നിന്റെ മലക്കുകൾ നിന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് നിന്റെ 2 കൈകളിൽ നിന്നും നിന്റെ കാലുകളിൽ